നമസ്കാരം, ഞാൻ ജോ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പവർ കുറഞ്ഞു വരുന്ന ഒരു വാഹനം എങ്ങനെയാണ് കറക്റ്റ് ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ടത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വാഹനം ഓടിച്ചു തുടങ്ങുന്ന നിങ്ങൾക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എന്നാൽ എങ്ങനെയാണ് പവർ കുറഞ്ഞു വരുന്ന പവർ കുറഞ്ഞ് ഗിയറിൽ വരുന്ന ഒരു വാഹനം എങ്ങനെയാണ് നിർത്തേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എൻ്റെ ചാനൽ നിങ്ങൾ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ നേരെ ഒട്ടും സമയം കളയാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗിയറിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, ഫിഫ്ത്ത് ഗിയർ, അതുപോലെ റിവേഴ്സ്, ഇത്രയും ഗിയർ ഈ ഒരു വാഹനത്തിനുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ പവർ കുറഞ്ഞ ഒരു വാഹനം നിർത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പവർ കുറഞ്ഞു വരുന്നത്, അതായത് ഏറ്റവും പവർ കുറവുള്ള ഗിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിഫ്ത്ത് ഗിയർ വരും. അതുപോലെ തന്നെ അതിനേക്കാൾ സ്വല്പം കൂടെ പവർ ഇച്ചിരി കൂടുതലെന്ന് മാത്രമേ ഉള്ളൂ ഫോർത്ത് ഗിയർ. ഏറ്റവും പവർ ഉള്ള ഗിയർ എന്ന് പറയുമ്പോൾ നമുക്ക് റിവേഴ്സ് ഗിയർ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയർ ആണ്. മുമ്പോട്ട് പോകുന്നപ്പം ഏറ്റവും പവർ ഉള്ള ഗിയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗിയർ ആണ്. നമ്മൾ ഓരോ ഗിയർ കൂട്ടി നമ്മൾ ഇടുന്തോറും, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഇടുന്തോറും പവർ കുറഞ്ഞാണ് വരുന്നത്. അതായത് നാലാമത്തെ, അഞ്ചാമത്തെ ഗിയറൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് പവർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പവർ കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മളൊരു വാഹനം നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ ബ്രേക്കിൽ കാല് കൊണ്ടൊന്ന് അപ്ലൈ ചെയ്യുക. ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുന്ന വണ്ടി സ്ലോ ആയി കിട്ടും. അങ്ങനെ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ക്ലച്ചൂടെ ചവിട്ടി അങ്ങനെ ഗിയറൂടെ നമുക്ക് ഡൗൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗിയറിൽ നമുക്കൊരു പിടുത്തം കിട്ടും. അങ്ങനെ നമുക്ക് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ക്ലച്ചൂടെ ചവിട്ടി അങ്ങനെ വേണം ഒരു വാഹനം നിർത്താൻ. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വാഹനം നിർത്തുന്നത് പവർ കുറഞ്ഞു വരുന്ന ഗിയർ വരുന്നതിനനുസരിച്ച് നമ്മൾ ഒരു കാരണവശാലും ആദ്യം ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി നിർത്താൻ നോക്കരുത്. നമ്മൾ അങ്ങനെ നിർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഗിയറിലും രണ്ടാമത്തെ ഗിയർ, അതായത് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലുമാണ് നമ്മൾ ആദ്യം ഒരു വാഹനം ക്ലച്ച് ചവിട്ടിയതിന് ശേഷം ബ്രേക്ക് ചവിട്ടി നിർത്തുന്നത്. അതുപോലെ പവർ കുറഞ്ഞു വരുന്തോറും, അതായത് നാലാമത്തെ, അഞ്ചാമത്തെ ഗിയർ വരുന്തോറും ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് ചവിട്ടി നിങ്ങൾ അതിനുശേഷം ബ്രേക്ക് ചവിട്ടി നിർത്തരുത്. ആദ്യം നിങ്ങൾ ബ്രേക്കിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വണ്ടി സ്ലോ ആയെന്ന് മനസ്സിലായതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ക്ലച്ചൂടെ കൂട്ടി നേരെയാണോ നോക്കി ബ്രേക്ക് ചവിട്ടി വാഹനം നിർത്താവൂ. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ക്ലച്ച് ആദ്യം ഉപയോഗിച്ച് ബ്രേക്ക് ചവിട്ടി നിർത്താൻ നിൽക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരു ഫുൾ ചവിട്ടി നിർത്തുകയും ചെയ്യരുത്. അതായത് നമ്മൾ പവർ കുറഞ്ഞു വരുന്ന ഒരു വാഹനം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ബ്രേക്കിൽ മാത്രം കാല് വെച്ച് നിർത്തുകയും ചെയ്യരുത്. കാരണം പല അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വണ്ടി പെട്ടെന്ന് ഓഫായും, അതുപോലെ തന്നെ വണ്ടി നമുക്ക് ആ റോഡിൽ തന്നെ ആകുമ്പം വണ്ടി തിരിഞ്ഞ് കറങ്ങാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യരുത്, പവർ കുറഞ്ഞ ഗിയറിൽ പെട്ടെന്ന് തന്നെ ബ്രേക്കിൽ കാല് വെച്ച് നിർത്താനും ശ്രമിക്കരുത്. അപ്പം നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മെല്ലെ മെല്ലെ ഇങ്ങനെ ബ്രേക്കിൽ വെച്ച് നമ്മൾ സ്ലോ ചെയ്തതിന് ശേഷം, വണ്ടി സ്ലോ ആയി എന്ന് കണ്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ക്ലച്ച് ചവിട്ടി ബ്രേക്കൂടെ ചവിട്ടി നിർത്താവൂ. അതുപോലെ ഇറക്കത്താണ് നിങ്ങൾ ഒരു വാഹനം ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾ പവർ കൂടി ഒരു വാഹനം നിർത്തേണ്ടത് അതുപോലെ തന്നെ ആയിരിക്കണം. നിങ്ങളിങ്ങനെ പ്ലേ ചെയ്ത് തന്നെ വേണം. നിങ്ങൾ കഴിവതും ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ആ ഒരു കയറ്റം ഏത് ഗിയറിലാണോ കയറുന്നത് ആ ഒരു ഗിയറിൽ മാത്രമേ ഇറങ്ങാനും ശ്രമിക്കാവൂ. കാരണം നിങ്ങളൊരു സെക്കൻഡ് ഗിയറിലാണ് ആ ഒരു കയറ്റം നിങ്ങൾ കയറുന്നതെങ്കിൽ, തേർഡ് ഗിയറിൽ കയറാത്തൊരു കയറ്റമാണ് സെക്കൻഡ് ഗിയറിലാണ് കയറുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ തേർഡ് ഗിയറിൽ ഇറങ്ങാൻ ശ്രമിക്കരുത്. ആ സെക്കൻഡ് ഗിയറിൽ തന്നെ ഇറങ്ങുക. അപ്പോൾ നമുക്ക് കൂടുതൽ ബ്രേക്കിന്റെ ആവശ്യങ്ങൾ വരുന്നില്ല. ആ പവറിൽ തന്നെ എന്ത് ചെയ്യും, വാഹനം ആ ഗിയറിന്റെ ആ പവറിൽ തന്നെ നിങ്ങൾക്ക് ആ ഇറക്കം ഇറങ്ങാൻ സാധിക്കും. വണ്ടിക്ക് ഒരു കംപ്ലൈന്റും ഇല്ലാതെ നിങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കും. ഒരു കാരണവശാലും അല്ലാതെ നിങ്ങൾ പവർ കുറഞ്ഞ ഗിയർ ഇട്ട് ഒരു കാരണവശാലും നല്ല ഇറക്കങ്ങളൊന്നും ഇറങ്ങാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വണ്ടി തിരിഞ്ഞടിക്കാനും, അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ സമയവും ബ്രേക്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഡിസ്ക് ചെയ്യാനും അതുപോലെ ഡിസ്ക് കയറി പിടിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ആ കയറ്റം, നിങ്ങൾ ആ ഇറക്കം ഇറങ്ങുന്ന അത് ഏത് ഗിയറിലാണോ കയറുന്നത് ആ ഒരു ഗിയറിൽ മാത്രം നിങ്ങൾ ഇറങ്ങാനും ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.